എന്താ പ്രശ്നം എന്താ ഇവിടെ? ഒരു 2 വർഷം മുമ്പേ ആ ടൈമിൽ കഴിഞ്ഞ വിഷയങ്ങളാണ്. അത് ശരിക്കും അടിയായിരുന്നു നിങ്ങൾ തമ്മിൽ? റിസലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടി ഉണ്ടായ പാടാണ്. അതൊക്കെ ആ സമയത്ത് ഇതാണോ ചെറിയ അടി? ആ കുട്ടി പറയുന്നത് ഞാൻ കയറി ചൊറിഞ്ഞതുകൊണ്ടാണ് എന്നെ ചൊറിഞ്ഞതെന്നാണ് പറഞ്ഞത്. അവിടെ കല്യാണം കഴിച്ച ട്രോളുകളിൽ ഞങ്ങൾ ആരെങ്കിലും പരസ്യമായിട്ട് അപമാനിക്കുന്ന വീഡിയോസ് എടുത്തിട്ട് അത് ആ കുട്ടി ട്രോൾ ചെയ്യുക, പേഴ്സണലി എന്നെ അതെന്തിനാ? അപ്പൊ ദേഷ്യമുണ്ട് നിലവില്? സ്റ്റിൽ എനിക്ക് നിലവിൽ ദേഷ്യമാണ് ആ കുട്ടിനോട്. എനിക്ക് എന്റെ ലൈഫിൽ വേറെ ആരോട് എനിക്ക് പുറത്താലും ആ കുട്ടിനോട് ഞാൻ മരണം. ഉമ്മയുടെ വോയിസുകൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് റോസ്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പറയും. ആഷിയുടെ ഉമ്മ ഒന്നും ഒരിക്കലും അത് അക്സെപ്റ്റ് ആവൂല. പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഉമ്മ പറയുന്ന ഒരു വോയിസിൽ ഉമ്മ പറയുന്നത് നിസ്കാരപ്പായിലിരുന്ന് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ജാസി ഉമ്മാനെ ചീത്ത വിളിച്ചു. അവന്റെ ഉമ്മ അതിൽ പറയുന്നുണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ ആഷിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അവിടെ ഉമ്മാന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എന്നെ ഒഴിവാക്കാനാണ്. ആ യുഎഇയിൽ ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ്. എനിക്കത് പറയണ ഒരു നാണമില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഡ്രോമയാണ്. നമ്മൾ പേര് വിളിച്ച് പറയാ ചെയ്യാം, മോചിതരായി എന്നിങ്ങനെ വിളിച്ച് പറയും. സന്തോഷം കൊണ്ട് ഞാൻ ഓടുകയാണ്. അയ്യോ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചൈനീസ് ആയിട്ടുള്ള കുട്ടിയുടെ യാത്ര പറഞ്ഞില്ല. അപ്പൊ ഞാൻ തിരിച്ചു നോക്കുമ്പോൾ കുട്ടി ആ ഗ്രില്ലുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നെ ഗ്രില്ലിൽ പിടിച്ച് നിന്നിട്ട് കരയുന്ന ആ ഒരു ഫേസ് എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം ജാസിയാണ്. ജാസി നമസ്കാരം. നമസ്കാരം. എന്തായാലും ജാസി, എന്ത് ജാസിയുടെ അപ്ഡേഷൻ വരുമ്പോഴും നമ്മുടെ ഒരു ഇന്റർവ്യൂ മസ്റ്റ് ആണ്. ഇപ്പോ ഒരുപാട് ആൾക്കാർ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഫാമിലി പോലെ ആയി. സത്യം പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം അത് ക്ലിയറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതായി. അതെ, ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസിനെ നമുക്ക് അടുപ്പിച്ച് കുറച്ച് ഇന്റർവ്യൂസ് വന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ പല ക്വസ്റ്റ്യൻസ് ഇതൊന്ന് ചോദിക്കും. ചേട്ടാ ഇതൊന്ന് ജാസിന്റെ ഡ്രസ്സ് അടക്കം ഇത് എവിടുത്തെ എടുക്കുന്നൊന്ന് ചോദിക്കും. ഇങ്ങനെ കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാം ഇത് അങ്ങോട്ട് ചോദിക്കാം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താ പ്രശ്നം എന്താ ഇവിടെ അടി ബഹളം? എനിക്കറിയില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പേ ദുബായ് ആ ടൈമിൽ ടിക്ടോക്ക് ഉണ്ടല്ലോ ദുബായില്. അപ്പൊ ആ ടൈമിൽ കഴിഞ്ഞ വിഷയങ്ങളാണ്. പിന്നെ അതിപ്പോ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് ഒന്ന് റീച്ച് ആകും. അറിയാലോ, ഇപ്പൊ ജാസിന്റെ എന്ത് വിഷയം കിട്ടാനും ജാസി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടും എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും അവർ. പക്ഷെ അപ്പൊ കുറച്ചും കൂടെ റീച്ചിന് വേണ്ടിയിട്ടാണോ ഇനിയിപ്പോ എന്താണെന്നത് എനിക്കറിയില്ല. സത്യത്തില് അഷിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോ ഒരുമിച്ചല്ലേ വന്നത്. ഞങ്ങൾ തമ്മിൽ സത്യം ഒരു പ്രശ്നമില്ല. ഇത് നാട്ടുകാർക്കും ബാക്കിയുള്ള ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കുമാണ് തോന്നുന്നു പ്രശ്നം. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് നടക്കുന്നത് കണ്ട പ്രശ്നം. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഞങ്ങളിപ്പോ പെരുന്നാളിന് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ പെരുന്നാൾ ഈദ് ആഘോഷിച്ചതും അതൊക്കെ ഇട്ടിന്റെ തൊട്ട് കുറച്ച് ദിവസം അത് അവർ പറയുന്നുണ്ട്. ആ പെരുന്നാളും ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നില്ലേ പെരുന്നാൾ എന്നൊരു ഒരു വോയിസും കൂടി കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഇത് ചെയ്യുന്നത്. എനിക്കറിയില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് പോണത് കാണുമ്പോൾ ഉള്ള ഒരു എന്താ പറയാ, ഒരു തരം ജലസാണോ ഇനി എന്താ അറിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ. ഇത്രയധികം ശത്രുക്കൾ എവിടെന്നാ വരുന്നത്? എനിക്ക് അങ്ങനെ ഒരുപാട് ശത്രുക്കൾ ഇല്ല. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഈ വീഡിയോ ഒക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. എന്നെ ട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്നെ ആദ്യമായിട്ട് ട്രോൾ ചെയ്യുന്ന ഒരാള് എന്നെ ട്രോൾ ചെയ്യുമ്പോൾ ആ ട്രോളിന് വ്യൂസും ലൈക്കും കുറച്ചും കൂടെ മറ്റുള്ള വീഡിയോസിനായിട്ടും കൂടുതൽ കിട്ടും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ജാസിനെ പിടിച്ചാൽ കുറച്ചും കൂടെ റീച്ച് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോസും അങ്ങനെയാണ് ഈ ട്രോളന്മാർ ഈ ട്രോൾ ഉണ്ടാക്കി പോകുന്നത്. ഈ വിഷയത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഒരു 2.5 വർഷം മുമ്പേ യുഎഇയിൽ കഴിഞ്ഞ ഒരു ചാപ്റ്റർ ആയിരുന്നു. അത് ശരിക്കും അടിയായിരുന്നു നിങ്ങൾ തമ്മിൽ? ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ചെറിയ റിസലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ആ അടി ഉണ്ടായ പാടാണ്. അതൊക്കെ ആ സമയത്ത് ഇതാണോ ചെറിയ അടി? ഇതാണോ നിങ്ങളുടെ ചെറിയ അടി? ഇത് ആ സമയത്ത് ഉണ്ടായ ഇഷ്യൂ ആണ് അത്. അപ്പൊ ഈ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഒരു 2.5 വർഷത്തോളം ആയി. അത് ഒരുപാട് പേര് അന്ന് യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയറിയാം, യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഇയർ മനസ്സിലാവും. ഭയങ്കര ചർച്ചകൾ ഉണ്ടായ സംഭവമാണ് അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റിൽ വന്ന ഈ വ്യക്തി, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വീണ്ടും എന്നെ തുടർച്ചയായിട്ട് ഓരോ വീഡിയോസും ട്രോളുകളും ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുറേ ആയത് ഞാൻ ഇങ്ങനെ കാണുന്നു. പേഴ്സണലി ഞാൻ ആളെ ബ്ലോക്കാണ്. അപ്പോൾ എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ പുറത്തെടുക്ക് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ആ പ്രൊഫൈൽ വീണ്ടും കാണിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ താഴത്ത് മുതൽ
ആ കുട്ടി പറയുന്നത് ഞാൻ കയറി ചൊറിഞ്ഞതുകൊണ്ടാണ് എന്നെ ചൊറിഞ്ഞതെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്റർവ്യൂവിൽ കേട്ട കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്, പേര് പറയാൻ പാടില്ലായിരുന്നു, ഓക്കെ ഫൈൻ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പേര് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി അത് എടുത്തത്. പക്ഷെ ആ കുട്ടി, ഞാൻ ഈ പേര് പറയുന്നതിന്റെ മുമ്പേ ആ കുട്ടിയുടെ പ്രൊഫൈൽ നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും എത്ര വർഷം മുമ്പ് ആ പ്രശ്നം കഴിഞ്ഞ അന്ന് മുതലേ ഉള്ളതിൽ ഫുള്ള് എൻ്റെയും ആഷിനും ട്രോളുകളാണ്. ഞങ്ങൾ അവിടെ കല്യാണം കഴിച്ച ട്രോളുകൾ, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പരസ്യമായിട്ട് അപമാനിക്കുന്ന വീഡിയോസ് എടുത്തിട്ട് അത് ആ കുട്ടി ട്രോൾ ചെയ്യുക, പേഴ്സണലി എന്നെ കുണ്ടൻ അല്ലെങ്കിൽ അങ്ങനെ പലതും പറഞ്ഞിട്ട് എന്നെ ട്രോൾ ചെയ്യുന്ന ആ പ്രൊഫൈൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എന്നെ കുറെ വർഷങ്ങളായിട്ട് ആ കൂടി നിരന്തരം ട്രോളിക്കൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ് അത്. അപ്പോൾ ഞാനൊരു ഇന്റർവ്യൂവിൽ പോയി പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഈ വിഷയങ്ങളൊക്കെ 2 വർഷം മുമ്പ് കഴിഞ്ഞ വിഷയങ്ങളൊക്കെ കുത്തിപ്പൊക്കി വീണ്ടും ഒരു ചർച്ചാ വിഷയം ആക്കിയിട്ട് എടുത്തത്. അത് ആ കുട്ടിയുടെ ഒരു ലൈവ് ഞാൻ കാണുന്നുണ്ടായി. ആ ലൈവിൽ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഞാനും കുറച്ച് ഫേമസ് ആവാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്ന ലൈവ് ഞാൻ കണ്ടു. ഫേമസ് ആവാൻ വേണ്ടിയിട്ട് എന്തും, പക്ഷെ അതില് ആ ഉമ്മാന്റെ വോയിസ് കൊടുന്ന് ഇട്ടത് വളരെ മോശമായി എന്നാണ് എനിക്ക്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഇപ്പൊ എന്തോ അങ്ങനെ എന്താണ് പെൺകുട്ടിയുടെ പേര് ഇപ്പൊ എനിക്ക് പറയാം, അതുകൊണ്ട് അങ്ങനെ, കാരണം ഇപ്പൊ വീഡിയോ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതില് ആ കുട്ടി പറയുന്ന പല വർത്തമാനങ്ങളിലും ഉമ്മാടെ വോയിസുകൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് റോസ്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ആഷിനേറ്റ് ആ സമയത്ത് ആ കുട്ടിക്ക് റിലേഷനുള്ള സമയത്ത് അഫ്കോഴ്സ് അവന്റെ വീട്ടുകാരുടെ നമ്പറൊക്കെ ഓൾറെഡി ആ കുട്ടിയുടെ കയ്യിലുണ്ട്. ആഷിയായിട്ട് റിലേഷനിൽ ഉണ്ടായിരുന്നാണോ? റിലേഷനുള്ള സമയത്ത് ഈ ഓൾറെഡി ആ കുട്ടിയുടെ കയ്യിൽ ആ നമ്പർ ഉണ്ടല്ലോ, ആഷിന്റെ വീട്ടുകാരുടെ നമ്പറൊക്കെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഉമ്മ എന്ന് പറയുന്നത് സാധാരണ ഒരു വീട്ടമ്മയാണ്, നാട്ടിൻ പുറത്തുള്ള ആൾക്കാരാണ്. ഇപ്പൊ എന്റെ ഉമ്മാന്റെ പോലെ തന്നെയാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു ഉമ്മ, അല്ലെങ്കിൽ ഇതിപ്പോ എന്റെ കാര്യം പറയാണ്, ഒരിക്കലും ആഷിയുടെ ഉമ്മ ഞാൻ ട്രാൻസ് പേഴ്സൺ ആണ്, എന്നൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആളെ അല്ല അവര്. അതുകൊണ്ടുള്ള ഒരു ദേഷ്യം അവർക്ക് ഓൾറെഡി ഉണ്ട്. കാരണം ആഷിനെ പോലത്തെ ഒരു നല്ലൊരു വ്യക്തിനെ ഒരു ട്രാൻസായി ഞാൻ വിവാഹം കഴിക്കുന്നു, ഞങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ ആഷിയുടെ ഉമ്മ ചിന്തിക്കുന്നത് അവന് വേറെ കല്യാണം കഴിച്ചൊരു കുട്ടി, അവൻ്റെ ഒരു ഭാവി തലമുറ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും ഒരു. പക്ഷെ എനിക്ക് ആ ഉമ്മയുടെ വോയിസ് കേട്ടപ്പോൾ ദേഷ്യമല്ല വന്നത്. കാരണം സത്യം പറഞ്ഞാൽ ആ ഉമ്മാക്ക് എത്രത്തോളം ആഷിനോടുള്ളൊരു ഇഷ്ടമാണ് അവിടെ ഞാൻ അതിൽ നോക്കി കാണുന്നത്. അതിപ്പോൾ ഏതൊരു ഉമ്മയാണെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർ ഒരു അംഗീകരിക്കുമായിരിക്കും ട്രാൻസ് പേഴ്സണ് സ്വന്തം മക്കള് കല്യാണം കഴിക്കണം. ഇപ്പോൾ ഒരുപാട് വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊക്കെ ട്രാൻസ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ട്രാൻസ് മെൻ, ട്രാൻസ് ഗേളിനെ ഒക്കെ അംഗീകരിച്ച് അവരുടെ വീട്ടിലേക്ക് ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ എന്നുള്ളൊരു, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും ഒറിജിനൽ ആൾക്കാർ വന്നിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷം. പക്ഷെ എങ്കിൽ പോലും ചില ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ ആഷിയുടെ ഉമ്മ ഒന്നും ഒരിക്കലും അത് അക്സെപ്റ്റ് ആവില്ല. പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞങ്ങളെ സ്നേഹം ഉമ്മ മനസ്സിലാക്കും, അക്സെപ്റ്റ് ചെയ്യും. ആഷിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകും. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഷിയുടെ വീട്ടിൽ കിച്ചണിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ അവൻ്റെ ഉമ്മയോട് സംസാരിച്ച് പോണ ലൈവൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതെല്ലാം മാറി ശരിയാവും. കാരണം ആ വോയിസ് ഇറക്കിയ ആൾക്ക് ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞ ആരുമല്ല, സാധാരണ ഒരു സ്ത്രീയാണ്. പക്ഷെ എനിക്ക് ആഷിയുടെ ഉമ്മ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പാർട്ട്ണറിൻ്റെ അമ്മയാണ്. അപ്പോൾ എനിക്ക് ആ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഞാൻ അക്സെപ്റ്റഡ് ആണ്. കാരണം ഇപ്പോൾ ആഷിയുടെ ഉമ്മ എന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിലോ അല്ലെങ്കിൽ ചെയ്താലോ അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ അമ്മ അങ്ങനെ സംസാരിച്ചത് എനിക്ക് മനസ്സിലാവും. നമുക്ക് കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള എന്താ പറയുക, നമുക്കൊരു ഫ്രീഡം ഉണ്ട് ആ ഇതിൽ തന്നെ. നമുക്ക് കാരണം പലർക്കുള്ള ഡൗട്ടുകളാണ്, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ് എപ്പോഴും ജാസിയുടെ പുറകെ വരാറ്. സത്യാവസ്ഥ നമ്മൾ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ ഇന്റർവ്യൂലൊക്കെ കുറെ കാര്യങ്ങൾ സത്യാവസ്ഥ പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായി. കഴിഞ്ഞ ആ വിളക്കിന്റെ കേസിൽ സത്യാവസ്ഥ പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇതിലും കുറെ അനാവശ്യമായിട്ട് കുറെ ദുരൂഹതകൾ ഇടന്ന് ഇറങ്ങുന്നുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഉമ്മയുടെ വോയിസ് അതിലെടുത്തിട്ടു, ആ കുട്ടി എടുത്തിട്ടു എന്ന് പറയുന്നു. പക്ഷെ ഉമ്മ പറയുന്ന ഒരു വോയിസിൽ ഉമ്മ പറയുന്നത്, ഞാൻ ജാസി പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും, അവര് സാധാരണക്കാരാണ്, അവരിതൊന്നും അക്സെപ്റ്റ് ചെയ്യാനില്ല. നിസ്കാരപ്പായിലിരുന്ന് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. മാത്രമല്ല ജാസി ഉമ്മാനെ ചീത്ത വിളിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ഇപ്പൊ അതിൽ ആ വോയിസ് കേട്ടവർക്ക് മനസ്സിലാവും. ഉമ്മ ആ കുട്ടിനെ സേവ് ആക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടി നല്ല കുട്ടിയാണ്, ആ കുട്ടി നല്ല കുട്ടിയാണ്. അതില് ജാസി പെണ്ണാവില്ല ഒരിക്കലും. ജാസി ഒരിക്കലും
പെണ്ണാവത്തില്ല. അതായത് എന്നെ മാക്സിമം അങ്ങ് താറടിക്കുക, അല്ലെങ്കിൽ ഞാനൊരു വളരെ മോശപ്പെട്ടൊരു വ്യക്തിയാണെന്ന് അറിയിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അവർ ആ വോയിസ് ഇറക്കിയത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എൻ്റെ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ ട്രാൻസ്മോഷൻ വീഡിയോസ് എപ്പോഴും ഇടുന്ന വ്യക്തിയാണ്. ഈവൻ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ പെണ്ണായി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ്, എനിക്ക് ഒരിക്കലും ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ലേസർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇപ്പോൾ പെണ്ണാവണം, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളൊരു ഉള്ളിലൊരു പെണ്ണത്വം നമ്മളെ ഉള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ പല ആൾക്കാരും സർജറി ചെയ്യുന്നതും, അതേപോലെ കോസ്മെറ്റിക് സർജറി ചെയ്യുന്നതും, നമ്മുടെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ആവണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ജാസിക്ക് എന്തായാലും ഒരു പെണ്ണാവാൻ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണോ നമ്മൾ കൊച്ചി തന്നെ വന്ന് സെറ്റിൽ ആയത്. കാരണം ഞാൻ ഇവിടെ എടുക്കുന്നത് വ്രണേ മെഡിസിറ്റി ആണ്. അപ്പോൾ എനിക്ക് വന്നു പോകാൻ എളുപ്പമാണ്. പിന്നെ ഞാൻ ഇവിടെ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് ഇവിടെ എന്താ പാലരുവട്ടുള്ള ഒരു ക്ലിനിക്കിലാണ്. അപ്പോൾ എനിക്ക് അത് നാട്ടിൽ നിന്ന് മലപ്പുറത്ത് ഡെയിലി ഇങ്ങനെ വന്ന് പോകണമെന്നുള്ളതാണ്. ഞാൻ അത് ഇവിടെ തന്നെ താമസിക്കുന്നത്. ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയല്ല അധികം വരുന്നത് എനിക്ക്. ഈ രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത്, അശ്വിൻ ഒരിക്കലും ജാസി വീട്ടിലേക്ക് പോലും വിടുന്നില്ല. വാപ്പ മരിച്ചിട്ട് പോലും വളരെ വളരെ നിസ്സാര ദിവസങ്ങൾ നിർത്തിയിട്ട് ഇവിടുന്ന് പോകേണ്ടി വന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ക്ലിയറൻസ് കൊടുക്കുക, ഉമ്മാന്റെ വോയിസ് ആയതുകൊണ്ട് ഞാൻ ഇത് ക്ലിയറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ആര് പറഞ്ഞാലും നമ്മൾ ഇത്രയും അതിന് കുറച്ച് വാല്യൂ ഉണ്ട്. അത് എല്ലാ ക്ലിയറൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആഷിനെ ഒരിക്കലും ഞാൻ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആഷി ഇപ്പോൾ ആഷിയുടെ ഉമ്മാനെ കാണാൻ ആഷിക്ക് പോകണം, അല്ലെങ്കിൽ ആഷിയുടെ വീട്ടിലേക്ക് ആഷിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് എനിക്ക് പോകും. അപ്പോൾ ആഷി എന്നോട് നാളെ പറയണം നിന്റെ ഉമ്മാനെ കാണാൻ നീ പോകരുതെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? അതെൻ്റെ ഉമ്മയാണ്, ഞാൻ എന്തായാലും പോയി കാണും. അവനക്കും അതേപോലെ തന്നെയാണ്. അവനക്ക് അവൻ്റെ ഉമ്മ വലുതാണ്, അവനക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൻ പോയി കാണും. പക്ഷെ അവൻ്റെ വീട്ടിൽ അവൻ ഞാൻ യൂട്യൂബ് ചാനൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ വീട്ടിൽ അവൻ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ഒരു 5-6 ദിവസം നിന്നപ്പോൾ അവനോട് പണ്ട് എങ്ങനെയാണോ ആൾക്കാർ പെരുമാറിയത് അതുപോലെ എല്ലാം അവനോട് തിരിച്ച് പെരുമാറുന്നത്. അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും ഒരു വേറൊരു കണ്ണിലൂടെ കാണുന്നത്. അതേപോലെ അവനോട് പറയുന്നത്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു റിലേഷൻ നിൽക്കുന്നത്, നിനക്ക് മാറിക്കൂടെ, നിനക്ക് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട്. ഇതൊക്കെ കേട്ട് അവനക്ക് ആകെ ഒരു ഓക്കെ അല്ലാന്ന രീതിയിലാണ് വീണ്ടും എന്നെ വിളിച്ചിട്ട്, ജാസി എനിക്ക് ഇവിടെ നിൽക്കാം, ഞാൻ ഇന്ന് 2 ദിവസം കൂടി നിൽക്കും മല കൂടെ, കുഴപ്പമില്ല, ഇല്ല ഞാൻ വരികയാണ്, എനിക്ക് പറ്റുന്നില്ല ഇവിടെ നിൽക്കാൻ, ഒരു കുത്തുവാക്കുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് അവൻ്റെ ഉമ്മ അതിൽ പറയുന്നുണ്ട്, എന്നെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ ആഷിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അവിടെ ഉമ്മാന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എന്നെ ഒഴിവാക്കാനാണ്. എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാൻ ഒരൊറ്റ കാര്യം എന്നറിയോ, ഇപ്പോൾ നിങ്ങൾ പലരും അതിൽ കമൻറ്റ് ചെയ്യാറ് ഞാൻ കണ്ടു, ആഷിയുടെ ഉമ്മാൻ്റെ കണ്ണീരിന് നീ വില കൊടുക്കേണ്ടി വരും, എന്തിനാണ് ആ ഉമ്മാക്ക് ആ മകനെ വിട്ടുകൊടുത്തൂടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ഒരു ആണും പെണ്ണും അല്ലെങ്കിൽ ഒരു കമിതാക്കള് അവർ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചാണ്, ചിലപ്പോൾ അവരുടെ വീട്ടിൽ അവർ അച്ഛനമ്മമാർക്ക് ഇത് സപ്പോർട്ട് ആയിരിക്കില്ല, അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, എങ്ങനെയൊക്കെ പറഞ്ഞാലും നീ അവളെ കൊണ്ടുവന്നാൽ ഞാൻ ഈ നിന്റെ അമ്മയെ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഈ വീട് വിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ നിന്റെ അമ്മ അവളെ കൊണ്ടുവന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് അമ്മമാര് സിറ്റുവേഷൻ നമുക്ക് അറിയാം, നമ്മൾ കണ്ടവരാണ്. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ നടന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും സ്നേഹിച്ച ആളെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോയെന്നില്ലല്ലോ, അവരെ കൈ പിടിച്ചിട്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. അത്രയേ ഉള്ളൂ ഞങ്ങൾ. പിന്നെ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ സ്നേഹിച്ച ആളാണ് ആഷി എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. ആഷിന്റെ ഉമ്മ പറയാണ് നീ ജാസിനെ ഒഴിവാക്കി വായോ എന്ന് പറഞ്ഞാൽ ആഷിക്ക് അത് പറ്റില്ല, കാരണം ആഷി എന്നെ സ്നേഹിച്ച വ്യക്തിയാണ്, എനിക്കാണെങ്കിൽ അത് പറ്റില്ല. കാരണം ഈ സെയിം സിറ്റുവേഷൻ എൻ്റെ വീട്ടിലുണ്ടായതാണ്. എൻ്റെ ഉമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മയും നിസ്കാരപ്പായിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, നീ ഈ റിലേഷൻ ഒഴിവാക്ക്, നീ ആഷിനെ ഒഴിവാക്കി വായോ, എന്താണ് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ എൻ്റെ ഉമ്മ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സ്നേഹം അല്ലെങ്കിൽ ഞങ്ങളെ പ്രണയം ഉറച്ചു നിന്നതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ചും കൂടെ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയത്. കാരണം ഉമ്മക്ക് മനസ്സിലായി എനിക്ക് ഒരിക്കലും ആഷിനെ ഒഴിവാക്കാൻ പറ്റൂല. അപ്പം അതുപോലെ നാളെ ആഷിയുടെ ഉമ്മാക്ക് മനസ്സിലാവുമായിരിക്കും, എന്നെ അംഗീകരിക്കുമായിരിക്കും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഓക്കെ, എന്തായാലും ഇത് നിങ്ങൾ തീരുമാനിച്ചതാണ്, മ്യൂച്വലി തീരുമാനിച്ച് മുമ്പോട്ട് പോകും. ഞാൻ പറയട്ടെ, ഇപ്പോൾ ജീവിതകാലം മുഴുവൻ ആഷി എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് ഞാൻ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങളുടെ ഭാര്യ ആണെങ്കിലും ഒക്കെ അത് ദൈവനിശ്ചയമാണ്. ഒരാൾ ത്രൂ ഔട്ട് നമ്മളെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾ ജീവിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയണം തോന്നുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾ പിരിയും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണ് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അതൊക്കെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും അതേപോലെ തന്നെ എല്ലാം ഞങ്ങളുടെ കാര്യങ്ങളും. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞത് ഞാനും ആഷിയും
നിങ്ങൾ രണ്ടുപേരും എന്തിന് ഒരുമിച്ച് ജീവിക്കുന്നത്? ആഷി നിങ്ങളും പിരിയണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരോട് പിന്നെ ഞാൻ എന്താ പറയാ, ഒന്നും പറയാനില്ല അവരോട്. അപ്പൊ ഞാൻ ഒരു അപ്പൊ എന്തിനാണ് അമ്മ ഇങ്ങനെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു മനഃപൂർവ്വം താറടിക്കാനായിരിക്കും എന്ന് പറഞ്ഞു, പക്ഷെ ഇത് അമ്മ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞതല്ല, ഒരു കുട്ടിക്ക് അയച്ചു കൊടുത്തതാണ്. അറിയണ്ടാവില്ലേ ഈ വോയിസ് ഇങ്ങനെ അവർ ഇറക്കും എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ആഷയുടെ അമ്മ എന്ന് പറഞ്ഞ ആരുമല്ല. ആഷയുടെ ഉമ്മാന്റെ വോയിസ്, ആഷിക്ക് അമ്മയ്ക്ക് അവരോട് എന്താ താല്പര്യം? അത് ആ സമയത്ത് ഇവർ ഈ കുട്ടി കോണ്ടാക്ട് ഉണ്ട് തോന്നുന്നു ഉമ്മാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്നാമത് ഞങ്ങളുടെ റിലേഷൻ അവരെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലല്ലോ, ആഷിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആക്കിയിട്ടാണെങ്കിലും ജാസിന്റെ കയ്യിൽ നിന്ന് ആഷിനെ കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ടായിരിക്കും ആ ഉമ്മാക്ക് ഇപ്പോഴും ഉമ്മ അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. ഞാൻ അതിന്റെ ഇടക്ക് അതിപ്പോ എന്റെ ഫോണിൽ വോയിസ് ഉണ്ട് ഉമ്മാന്റെ, ആഷി വിളിച്ച സമയത്തുള്ള വോയിസ് ഓൾറെഡി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ. അതിൽ ഉമ്മ പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന്. ഇതെല്ലാം പറഞ്ഞു ഇത് എന്നെ കൊണ്ട് പറഞ്ഞു, അപ്പൊ ഞാൻ ചെയ്തതാണ് എന്നുള്ളത് ഇതേപോലെ എല്ലാം പറയാൻ ആഷി അങ്ങനെയല്ലേ പറഞ്ഞത് ഉമ്മ, ഓന്റെ വോയിസ് ഉണ്ടായിരുന്നില്ലേ അല്ലേ? ഞാൻ നോണ പറയുന്നതല്ല, ഞാൻ ഇത് ആഷിനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ വോയിസ് എനിക്ക് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് എന്തൊക്കെ വേണമെങ്കിൽ ഞാൻ ആ അമ്മനെ റെസ്പെക്ട് ചെയ്യുന്നത്. അത് എന്തൊക്കെ ആയാലും എന്റെ പാർട്ണറിന്റെ അമ്മയാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ ഇന്റർവ്യൂല് ഉമ്മ പറഞ്ഞ ആ വോയിസ് എനിക്ക് ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കാം. പക്ഷെ അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ടുകൾ ഇതായിരുന്നു. മെയിൻ പ്രശ്നം ഇപ്പൊ ഈ ഉമ്മയുടെ വോയിസ് വന്നപ്പോഴാണ് ആൾക്കാർക്ക് എല്ലാം ഒരു അത് സത്യം പറഞ്ഞ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞ ഒരു ആൾക്ക് കൊടുക്കുന്ന വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ആണ്. അത് നമ്മുടെ മലയാളികൾ എന്തൊക്കെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും, ഇപ്പോൾ ഈ നമ്മുടെ സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തിയ ആ ഒരു ആളുണ്ടല്ലോ അസ്വാൻ, അതിൻ്റെ ആ ഉമ്മ പോലും ആ മകനെ അവനല്ല ചെയ്ത്, ഞാൻ ഞാൻ താഴത്തുനിന്ന് വീണതാന്ന് പറഞ്ഞപ്പോഴും ആ ഉമ്മാന്റെ വാക്കിനാണ് വില. അത് എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞൊരു വാക്കിന്, അല്ലെങ്കിൽ അമ്മ പറയുന്നൊരു വാക്കിന് വലിയ വാല്യൂ മലയാളികൾ കൊടുക്കുന്നുണ്ട്. മലയാളികളല്ല, എൻ്റെ ടീം കൊടുക്കുന്നുണ്ട്. അത് അതുകൊണ്ടായിരിക്കും അത്രയും ഒരു നെഗറ്റീവ് വന്നതുണ്ടാവുക എനിക്ക്. അയ്യോ അമ്മ അങ്ങനെ പറഞ്ഞല്ലോ, അമ്മ നിസ്കാര പാലിന്ന് കരയാണല്ലോ മകന് വേണ്ടിയിട്ട്, അയ്യോ അപ്പോൾ ജാസി എന്താ ജാസി അങ്ങനെ ചെയ്യുന്നത്. കാരണം എനിക്ക് പേഴ്സണലി എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ജാസി അത് കേട്ടപ്പോൾ കുറച്ച് വിഷമമായി, എന്താ സത്യാവസ്ഥ എന്താണ്, എന്താ ജാസി ഒന്ന് പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം ഞാൻ സ്നേഹിച്ച ഒരാൾ, അല്ലെങ്കിൽ എനിക്കൊരു സ്നേഹിച്ച ഒരാൾ നാളെ നഷ്ടപ്പെടുമ്പോൾ ആ വേദന എനിക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ആ ഒരു വാക്കിന് കുറച്ചും കൂടെ. ഇപ്പോൾ ജാസിയുടെ ഭാഗത്ത് നിന്ന് നോക്കണെങ്കിൽ ആഷിയുടെ ഉമ്മയോട് ജാസിക്ക് പരിപൂർണമായിട്ടുള്ള സ്നേഹം, ഒരു പാർട്ട്ണറോടുള്ള സ്നേഹം എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഉമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് വന്നത്, സ്വാഭാവികം. ഉമ്മാനോട് എന്താ പറയാനുള്ളത്? അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ആ ഉമ്മാനോട് സ്നേഹമുണ്ട്, എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ വോയിസ് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും ഉമ്മ പോലും ഞങ്ങൾക്കെതിരെ പറഞ്ഞു, ഉമ്മ എന്തിനാ അങ്ങനെ ഒരു വോയിസ് ഇറക്കിയത്, എന്താ ഇങ്ങനെ ഒരു വോയിസ് ഉമ്മ ഇറക്കാൻ കാരണം, ഉമ്മ ഞങ്ങളെ എതിരാളികളെ കൂടെ കൂടിയിട്ട് ഞങ്ങളെ താറടിച്ചല്ലോ എന്നൊരു ചിന്തയല്ല എനിക്ക് പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ചിന്ത പോയത് അത് അങ്ങനെ ആ ഉമ്മ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്രമേൽ ആ ഉമ്മ ആഷിനെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ഇതാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഉമ്മാനോട് ദേഷ്യമില്ല. അതിപ്പോൾ ആ ഉമ്മാന്റെ സ്ഥാനത്ത് ഇവൻ ഞാനാണെങ്കിലും ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ ഉമ്മാന്റെ മൈൻഡുള്ള ചില ഉമ്മമാരാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക. ഞാൻ ആ ഒരു തോട്ടിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് എല്ലാവരോടും, എല്ലാ അമ്മമാരോടും ഉമ്മമാരോടും സ്നേഹം ഒരേപോലെയാണ്. ഓക്കെ. ഇപ്പൊ ഈ പറയുന്ന കുട്ടിയായിട്ട് ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അതാണ് ഞങ്ങൾ കോണ്ടാക്ട് ഇല്ല, സ്റ്റിൽ ഒരു ഇതുമില്ല, ഒരു തരത്തിലും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ല. ആ കുട്ടീനെ കോണ്ടാക്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനെ പോലും ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ആ കുട്ടി പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ ആ കുട്ടീനെ വെടിവെക്കും, മുമ്പേ കണ്ട വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത്, അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഞാൻ വെടിവെച്ച് കൊല്ലും എന്നല്ല പറഞ്ഞത്. എനിക്ക് ആ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യമാണെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ആ കുട്ടീനെ പോയി വെടിവെക്കും, അല്ലെങ്കിൽ ഞാനത് എന്തൊക്കെയായാലും പബ്ലിക് മീഡിയയിൽ ഞാൻ വന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കണമല്ലോ. ഞാൻ ഒരാളെ കൊലപ്പെടുത്താനുള്ളതല്ലല്ലോ. ഞാൻ അത്രക്ക് ദേഷ്യം എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. അത്രയും ദേഷ്യമുണ്ട്. അതെന്തിനാ അപ്പൊ ദേഷ്യമുണ്ട് നിലവിൽ? സ്റ്റിൽ എനിക്ക് നിലവിൽ ദേഷ്യമാണ് ആ കുട്ടീനോട്. എനിക്ക് എൻ്റെ ലൈഫിൽ വേറെ ആരോട് എനിക്ക് പുറത്താലും ആ കുട്ടീനോട് ഞാൻ മരണം വരെ എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എവിടെയാ? നമ്മളെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ എല്ലാ വീക്കെൻഡ്സും മനസ്സിലായി, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്താന്ന് വളരെ നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയായി എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ സർജറി ചെയ്യുന്ന സമയത്ത് നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ എനിക്ക് അറിയുന്നൊരു ഡോക്ടർ ഉണ്ട്, ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകട്ടോ എന്നൊക്കെ അത്രയും നല്ലൊരു ഇതിൽ എന്നോട് കൂടെ നിന്നിട്ട് ബാക്കിൽ നിന്ന് എന്നെ
വളരെ മോശം രീതിയിലാണല്ലോ എന്നെ ചെയ്തത്. അതുകൊണ്ടുള്ളൊരു ഒരു ഇത് അതിന്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അത് പോകുന്നു തോന്നുന്നില്ല. ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ആഷി ആ കുട്ടീനോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചായിരുന്നോ? ഇല്ല. ആ കുട്ടിയുടെ വീഡിയോയിൽ ഇപ്പൊ ലാസ്റ്റ് ടൈം ആ സമയത്ത് അത് ഹെൽപ്പ് ചോദിച്ചിട്ടൊന്നുമല്ല. അതിന്റെ ഉള്ളിൽ കുറെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഓൾറെഡി ടിക്ടോക്കുള്ള സമയത്ത് ഞങ്ങൾ ക്ലിയർ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഞാനാണ് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ അന്ന് ആ ഇഷ്യൂ കോംപ്രമൈസ് ചെയ്തെന്ന്. ഒരിക്കലും ഞാൻ വിളിച്ച് വരുത്തിയിട്ടല്ല കോംപ്രമൈസ് ചെയ്യുന്നത്. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഞാൻ അത് കാരണം ആ വീഡിയോ കണ്ടവർക്ക് അറിയപ്പോൾ ആ വീഡിയോ ആ കുട്ടിയുടെ അക്കൗണ്ടിലുണ്ട്. അത് കണ്ടവർക്ക് ഞാൻ ഒരിക്കലും എന്നെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ നിന്ന് കൊടുത്തത്. കാരണം എനിക്ക് എൻ്റെ പാർട്ട്ണറെ വേണം, എൻ്റെ പാർട്ട്ണറെ എനിക്ക് തിരിച്ച് വേണം. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്താലാണ് ഞാൻ ഓക്കെ ആവുള്ളൂ, അതർവൈസ് ഞാൻ ഓക്കെ ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. പിന്നെ ആശും പറഞ്ഞു നീ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തേക്ക്, വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തും പോയിട്ടാണ് ആ വീഡിയോ ചെയ്തതും ഒക്കെ. അപ്പൊ നിലവിലെ പ്രശ്നങ്ങളോട് പറഞ്ഞു തീർത്തു. അതായത് മെയിൻ ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് ഒരു കുത്തില്ല. കാരണം എനിക്കറിയാം സത്യം എന്താണ്, അല്ലെങ്കിൽ സത്യം എന്താണെന്നത് എനിക്കറിയാം, ഞാനാണ് സത്യം എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അതൊരാളെ ബോധ്യപ്പെടുത്തിയിട്ട് അവരെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. കാരണം കർമ്മ എന്നൊരു സംഭവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം ആൾക്കാർ മനസ്സിലാക്കും. ആരാണോ തെറ്റ് ചെയ്തത്, ഇപ്പം ഞാനാണോ തെറ്റ് ചെയ്തത്, ആ തെറ്റ് ഞാൻ അനുഭവിക്കട്ടെ. ഇപ്പോൾ ഉമ്മാൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കട്ടെ, ഒരു കുഴപ്പമില്ല എനിക്കതിൽ. പക്ഷേ നേരെ മറിച്ച് ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റ് ആരാണ് ചെയ്തത് അവരനുഭവിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മൾ തുടങ്ങിയത് ഒരു അടി നടന്നത് കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അടി നടന്നിട്ടില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. 2 വർഷം കഴിഞ്ഞ് 3 വർഷം ആവാൻ പോകുന്നു ഇപ്പൊ ഏകദേശം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇമ്മാതിരി ഇടി അടക്കാൻ എന്ത് ഇത്ര വലിയ പ്രശ്നം? അത് ആ സമയത്ത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഗാങ് ഉണ്ടായിരുന്നു UAE. അപ്പോൾ ആ ഗാങ്ങിനെ ആ ഗാങ്ങിൽ എല്ലാവരും ഈ കുട്ടി ട്രോളുന്ന വ്യക്തിയാ. അവിടെ ഈ കുട്ടി തന്നെയായിരുന്നു പ്രശ്നം. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് അപ്പൊ ഈ ഞങ്ങളെ ഈ ഗാങ്ങിനെ പൊട്ടിച്ച്, ഞങ്ങളെ ഈ ഗാങ്ങിലെ കുറച്ച് ആൾക്കാരെ പൊട്ടിച്ച് കളയണം എന്നുള്ള രീതിയിൽ ആ കുട്ടി ചെയ്തൊരു ഡ്രാമയിൽ അറിയാണ്ട് ആശയൊന്ന് കുടുങ്ങിപ്പോയി. അതാണ് സീനായി പോയത്. പിന്നെ അത് ഞാൻ പോയിട്ട് വീഡിയോസ് ഒക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു ആശി ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് പേര് UAE ഇപ്പോഴും ജോലിയില്ല, വിസയില്ല, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഈ കുട്ടീനെ പോയി കണ്ടാൽ പോലെ എല്ലാവരും ഈ കുട്ടിയെ ഹെൽപ്പ് കൊടുത്താൽ പോലെ എല്ലാവരും ഈ കുട്ടി രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരുപാട് പേര് ഇപ്പോഴും ദുബായിലുണ്ടല്ലോ. അപ്പൊ എല്ലാരും പോയിട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ആ കുട്ടി ഹെൽപ്പ് ചെയ്യും. ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഒരു ഇടി നടന്നെങ്കിൽ നിങ്ങളൊക്കെ മറ്റേ ലൈവിൽ വന്നിട്ട് പറയണോണ്ടാണ് ഈ പ്രശ്നങ്ങൾ. എനിക്ക് വന്ന ഒരു അബദ്ധമാണ് അത്. എനിക്ക് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ആശയം തമ്മിൽ ഒരുമിക്കുമായിരിക്കും. പക്ഷെ ആ സമയത്ത് എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ ലൈവിൽ വന്നിട്ട് പറഞ്ഞു എന്നെ ഇനി ഇല്ല, ഒരിക്കലും ആ ലൈഫിൽ ഞാൻ ഇനി ഉണ്ടാവില്ല, അങ്ങനെ പോയി എന്നൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞു. അത് ഒന്ന് ചിന്തിക്കാനുള്ളൊരു ഒരു മൈൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് ഞാൻ ലൈവ് ഇട്ടു. ആ ലൈവ് ഭയങ്കര വ്യൂസും കയറി, മില്യൺ വീഡിയോസ് കയറി. കാരണം ഞങ്ങൾ അത്രയും നല്ലൊരു എന്താ പറയാ കപ്പിൾ കോംബോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് UAE. അപ്പൊ ഞങ്ങളൊരു അടി പിടിച്ച് ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ വിവാദമായി. ഇവിടെ നാട്ടിലൊക്കെ യൂട്യൂബിലും എല്ലാരും ഒരുപാട് പേരെ വീഡിയോ അക്കൗണ്ടുകളിലൊക്കെ ആ വീഡിയോസ് കിടന്ന് കളിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ദിവസം മിണ്ടാണ്ടിരുന്നു? ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 1 മന്തോളം, 1 മന്ത്. എൻ്റെ ഉമ്മ ആ സമയത്ത് ദുബായിലുണ്ടായിരുന്നു. ഒരു 1 മന്തിന്റെ ഉള്ളിൽ ഞങ്ങള് പിന്നെ കോംപ്രമൈസ് ആയി. അതിനുശേഷം പിന്നെ എപ്പോഴെങ്കിലും ആ ടൈപ്പ് ഓഫ് ഇടി ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ ശേഷം ഞങ്ങൾ തമ്മിൽ എല്ലാവരും ലൈഫ് ഉണ്ടാകുന്ന പോലെ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ അത് ഉണ്ടാവുന്നല്ലാണ്ട് ഇപ്പൊ സ്റ്റിൽ ഈ ഒരു നിമിഷം വരെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു ഇടിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറയാം, ഞങ്ങളെ ഇഷ്ടമുള്ളടത്തേക്ക് പോവാം. UAE ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു സ്ട്രിക്റ്റ് ആണല്ലോ കാര്യങ്ങളും നിയമങ്ങളൊക്കെ. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഞങ്ങൾക്ക് ഓപ്പൺ ആണല്ലോ. പിന്നെ നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം നമ്മുടെ നാട് തന്നെയല്ലേ. അതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒരു ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് ഇങ്ങനത്തെ കുറെ എപ്പോഴും ചിന്തിക്കുക. ആശയോട് പറയും ചെയ്യും, നീ പല ഇതിലും നീ പോയി വീഴുന്നത് നീ അറിയാണ്ടാണ് വീഴുന്നത്. ഞാനിത് എനിക്ക് ഇനി ഒരു സൈബർ അറ്റാക്ക് വരും, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് ട്രോൾ ആയിട്ട് വരും എന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. ചിന്തിക്കാണ്ടാണ് എനിക്ക് ഓരോ ട്രോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഈവൻ ഈ കൊറ്റത്തെ വിഷയമാണെങ്കിലും ഇപ്പൊ ഈ നടക്കുന്ന വിഷയമാണെങ്കിലും ഒക്കെ ഞാൻ അറിയാണ്ട് വരുന്ന ട്രോളുകളാണ്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആൾക്കാരും അല്ലെങ്കിൽ ഒരു ഫാമിലീസും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിലുള്ള ആൾക്കാരെ അംഗീകരിക്കില്ല എന്ന് അറിയാണ്ട് എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലിയർ ആക്കുകയാണ്, അങ്ങനെയില്ല. ഹൈ പ്രൊഫൈലിലുള്ള
ആൾക്കാരൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് പേഴ്സണലി ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിയലി സോറി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ആഷിയുടെ ഉമ്മാൻ്റെ വോയിസ് ഇട്ടപ്പോൾ ആ ഗ്യാങ് ഓഫ് ആൾക്കാർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഒരു ക്ലിയറൻസ് കൂടി ഇവിടെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായാൽ സോറി. ഐ ലവ് മൈ കമ്മ്യൂണിറ്റി. ഓക്കെ, അത് തുറന്ന് പറയാൻ ഇത് കാണിച്ചല്ലോ. ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു എൻ്റെ ഇതിൽ. കാരണം അത് കട്ടിങ്സ് ആൾക്കാർ വേറെ രീതിയിൽ വളച്ചൊടിച്ചിട്ട് ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇനി വേറെ തലത്തിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വേഗം ഒരു സ്റ്റോറി എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അത് ആ പ്രശ്നം അവിടെ തീർന്നു, അതവിടെ അവസാനിക്കട്ടെ. ഇത്ര ഞാൻ ശത്രുക്കളുടെ കാര്യം ചോദിച്ചാൽ ജാസി പ്രതികരിക്കാറില്ലേ? ഞാൻ പൊതുവേ പ്രതികരണം, ഞാൻ ഇന്നെ ട്രോളുന്ന ആൾക്കാരും ഒക്കെ ഈ വീഡിയോസ് എനിക്ക് പല ആൾക്കാരും ഇങ്ങനെ അയച്ചുമ്പോൾ എന്നോട് പറയും ജാസി ഒന്ന് പ്രതികരിച്ചൂടെ, അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തൂടെ. അപ്പം ഞാൻ പറയും വേണ്ട. കാരണം ഇപ്പോൾ ചില ആൾക്കാർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അവരെ മാത്രം നോക്കിയിട്ടായിരിക്കും ആ ഫാമിലി മുഴുവൻ കഴിയുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരാൾക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ ഓക്കെ കേസ് കൊടുക്കാം. പക്ഷെ ആ കേസിൻ്റെ പിന്നാലെ ഇവർ നടക്കുമ്പോൾ പിന്നെ ഇവരെ ജോലിക്കും പോകാൻ പറ്റില്ല. ഈ ഫാമിലീസ് പിന്നെ ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും, അമ്മമാരുണ്ടാവും, ഇവരുടെ വൈഫ് ഉണ്ടാവും, പെങ്ങന്മാരുണ്ടാവും. അപ്പം നമ്മളായിട്ട് എന്തിനാ, ദൈവം ഉണ്ടല്ലോ, കർമ്മ അവർ കൊടുത്തോളും. നമ്മളായിട്ട് ഒന്നും ഇത് ജാസിയുടെ മനസ്സാണ്. ജാസി പറയുന്നു ഇപ്പൊ ജാസിനെ ഉപദ്രവിക്കുന്നവർക്കും ഒരു ഫാമിലി ഇല്ലേ, നമ്മൾ തിരിച്ചടിച്ച് അവർക്കാണ് കിട്ടുന്നത് എപ്പോഴും വിചാരിക്കാറ്. പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മളൊരു മനുഷ്യത്വപരമായിട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പോലും നുണയാണെങ്കിൽ നമുക്ക് പോലും അത് ഒരിക്കലും നുണയാണെങ്കിൽ ഇങ്ങനെ നടിച്ചേൽപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണിക്കട്ടെ. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിന് ക്ലിയറൻസ് കൊടുക്കും. ഒരു റാഫി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ്റെ ഒരു വോയിസിൽ ഒരു ജസ്റ്റ് ഫുൾ അല്ല ചെറിയൊരു ജാസി മോഷ്ടിച്ചെന്നായി പറയുന്നത് ഒരു മാളിൽ നിന്ന്. ഇതും UAE ഒരു മോളിൽ നിന്ന് ജാസി ഒരു ബൾക്ക് സാധനം മോഷ്ടിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഇതും UAE ഓൾറെഡി കുറെ വർഷങ്ങൾ മുമ്പേ കഴിഞ്ഞ സംഭവമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു മാളെന്ന് പറയുമ്പോൾ ദുബായിലത്തെ സെക്യൂരിറ്റി സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അവിടെ നിന്ന് ഒരു പിന്ന് പോലും ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്നെ മനഃപൂർവ്വം ഇത് ഇതിന്റെ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി, ഞാൻ UAE അതിന്റെ ഷോപ്പ് ഓപ്പൺ ആക്കിയ മാളാണ്. ആ മാളില് ഷോപ്പ് ഓപ്പൺ ആക്കി ഞങ്ങളുടെ ഷോപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇത് ഇവർ ഇറക്കുന്നത്. അത് ആ ഷോപ്പിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളി കളിച്ചതാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാല് ഇത് ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന് ഒരു ക്ലിയറൻസ് കൊടുത്ത സംഭവമായിരുന്നു. എന്താണ്, ചായയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത് ലുലുവിൽ. അപ്പോൾ ഞാൻ ചായ കൗണ്ടറിൽ പോയി, ഞാൻ ചായ എടുത്തു, വട വാങ്ങിച്ചു. ഞാൻ എന്നിട്ട് അവിടെ ബില്ല് പേ ചെയ്തിട്ട് ഇതിൽ പറയുന്നത് ട്രോളി നിറയെ സാധനങ്ങളാണ്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സുകൾ ആയ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്, കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്, അവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അവരിടുന്ന ഡ്രസ്സെല്ലാം ഞാൻ അങ്ങനെ കൊണ്ടുവരുന്ന ഡ്രസ്സാന്നൊക്കെ അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ഒരു ലൈവിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ടിക്ടോക്കിൽ ഒരു ലൈവിൽ ഞാൻ ഇതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ എന്നെ ട്രോളുന്ന ആൾക്കാരാണ്. അന്നത്തെ സംഭവം എന്തായിരുന്നു ആക്ച്വലി? അപ്പോൾ ആൾക്കാർക്ക് അറിയാം ഇവരൊക്കെ ഉണ്ടാക്കുന്നതും ട്രോളുകളാണ്, അല്ലെങ്കിൽ ട്രോളിന് വേണ്ടി എന്തും ചെയ്യുന്ന കുറെ ആൾക്കാരാണെന്നുള്ളത് ഓൾറെഡി ഇവർക്ക് അറിയാം. അപ്പോൾ ഞാൻ അവിടെ ഒരു ചായ കൗണ്ടർ ഉണ്ട്. അപ്പോൾ ചായ കൗണ്ടറിൽ ഞാൻ ചായ വാങ്ങിച്ചു, എനിക്കും ആഷിക്കും ചായ വാങ്ങിച്ചു. ഞാനൊരു ബണ്ണ് വാങ്ങിച്ചു, അതായത് ഒരു വടയാണ്, ഉഴുന്ന് വട വാങ്ങിച്ചത്. അപ്പോൾ വട വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് അവിടെ തന്നെയാണ് പേ ചെയ്യേണ്ടത്. പേ ചെയ്തിട്ട് ഞാൻ തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ഈ വടയുടെ ബില്ല് ഓൾറെഡി അവിടെ സ്റ്റാഫ് പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏത് അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന സ്റ്റാഫ്. അവിടെ ആ ടൈമിൽ സ്റ്റാഫുകൾ ചായ കുടിക്കാൻ വരുന്ന ടൈമാണ്. അപ്പൊ ഇയാളായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും എന്നെ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവുമായിരിക്കാം, ഒരു പക്ഷെ അറിയില്ല. അപ്പൊ അങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞു, സാർ എന്താണ് ചായയുടെ ബില്ല് മാത്രമേ കൊടുത്തുള്ളൂ, വടയുടെ ബില്ല് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ബില്ല് നോക്കിയപ്പോൾ ഇല്ല, സോറി. അപ്പൊ തന്നെ അവിടെ ഒരു പേയ്മെന്റ് ഞാൻ ക്ലിയർ ചെയ്തതാ. അപ്പൊ അവർ പറഞ്ഞു ഞാൻ അറിയാണ്ട് മറന്നു വന്നു. ഇല്ല കുഴപ്പമില്ല, ജസ്റ്റ് ഓക്കെ. അപ്പൊ എല്ലാവരും എനിക്ക് അറിയുന്ന ആൾക്കാരാണ് അവിടെ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. ഇപ്പോഴും കുറെ ആൾക്കാരായിട്ട് ഞങ്ങൾ കോൺടാക്റ്റും ഉണ്ട് അവരെ. അതിനാണ് അദ്ദേഹം പറയുന്നത് വിളിച്ചുകൊണ്ട് ചെക്ക് ചെയ്തു. അവിടെ കണ്ട ആള് ഇവനെ അറിയുന്ന ഏതെങ്കിലും ആൾക്കാര് ഇവർക്ക് റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങനെ വന്ന ഒരു ഇതാണിത്. ഇയാൾ എന്നിട്ട് ഇപ്പോഴും ഈ വീഡിയോ കളയാത്ത?
ഞാൻ എന്തിനു കളയണം, അത് ഓൾറെഡി അന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അയാൾ ഇട്ട വീഡിയോസ് ആണ്. ആ സമയത്ത് ഞാൻ ലൈവിൽ പോകുമ്പോഴൊക്കെ എന്നോട് ഇങ്ങനെ ആൾക്കാർ നിരന്തരം ചോദിക്കുന്ന കാര്യങ്ങളാണ്, ഇന്ന് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഇന്ന് ലുലുന്ന് ലിപ്സ്റ്റിക് എടുത്തോ, അങ്ങനെയൊക്കെ എനിക്ക് കമന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത്രയും ഗുരുതരമായിട്ടൊരു ആരോപണം വരുമ്പോൾ ഇതിനെങ്കിലും പ്രതികരിക്കണ്ടേ? ഞാൻ ലൈവിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരോടൊക്കെ നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം. ഒന്നാമത് ഇവരൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും ഒക്കെ ഞാൻ ബ്ലോക്കാണ്. കാരണം ഇവരൊക്കെ നിരന്തരം എത്ര വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ട്രോളുന്ന ആൾക്കാരാണ്. ഇവരുടെ ഗെയിങ്ങിൽ വേറെയും കുറേ ആൾക്കാരുണ്ട്. അതിൽ 1-2 ആൾക്കാർ ഇപ്പോൾ എന്നോട് തിരിച്ച് വന്ന് സോറിയൊക്കെ പറഞ്ഞ് അവരൊന്നും ഇപ്പം ട്രോളുന്നില്ല. പിന്നെ അതേപോലെ നമ്മളെ കൂടെ തന്നെ നല്ല ഇപ്പോൾ നോമ്പിന് പോലും എൻ്റെ ആഷിൻ്റെയും കൂടെ നിന്ന നല്ല ഫ്രണ്ട്സായിട്ട് നിന്ന ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് നോമ്പ് തുറക്ക് പോലും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ല. എന്നിട്ട് പോലും ഇപ്പം അടുത്ത അയാൾ വളരെ മോശമായിട്ടാണ് എന്നെ ആഷിനെ ട്രോൾ ചെയ്ത്. അപ്പം ഞാനിങ്ങനെ ആഷിനോട് പറയും ചെയ്തു, എന്താല്ലേ ഇവരൊക്കെ ഇങ്ങനെ ഒരു സ്വഭാവം, നമ്മളെ നാട്ടിലേക്ക് അവരെ ദുബായിൽ നിന്ന് വന്ന സമയത്ത് നാട്ടിലേക്ക് വിളിച്ച ടീമുകളല്ലേ, എന്താ അയാൾ ഇങ്ങനെയൊക്കെ ട്രോളുന്നത് നമ്മളെന്ന് ഞാൻ ഈ ആഷിനോട് ഇപ്പം അടുത്തും കൂടെ പറഞ്ഞു. നേരിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ട്രോളുന്ന ആൾക്കാരെ? ഇല്ല, ഇയാള് ദുബായിലല്ല, ഇയാള് വേറെ എവിടെയാണ്, വേറെ GCC കൺട്രിയിലാണ്. എന്നെ ട്രോളുന്ന വേറൊരു ചെങ്ങായിണ്ട്, അയാളും ദുബായിലല്ല, വേറെ GCC കൺട്രിയിലാണ്. ശരിക്കും അവിടെയൊക്കെ നിയമപരമായിട്ട് ഇത് വലിയ കേസല്ലേ? പിന്നെന്താ, നുണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി അത് പറഞ്ഞതുമാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഞാനൊക്കെ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അതാ ഞാൻ പറയുന്നത്, ഇവരൊക്കെ ഫാമിലി ഇവരെ മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരായിരിക്കും. നമുക്കൊരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുന്നതേ പോലത്തെ ഒരാൾ ജോലി കളഞ്ഞു കഴിഞ്ഞാൽ അവരെ നിൽക്കുന്ന കുറെ മക്കളുണ്ടാവും, അതേപോലെ ഭാര്യമാരുണ്ടാവും, വയ്യാത്ത അമ്മമാരുണ്ടാവും, അവരൊക്കെ മുടങ്ങല്ലേ. കാരണം ഞാൻ യു എയില് ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ്. എനിക്കത് പറയാൻ ഒരു നാണമില്ല. കാരണം ഞാൻ എൻ്റെ പണ്ട് ഇപ്പൊ അല്ല, ഞാൻ ആദ്യം വർക്ക് ചെയ്തൊരു പെർഫ്യൂം ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരെ ഒരു ചെറിയൊരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ അവിടെ കിടന്നത്. ഞാൻ 28 ദിവസം കിടന്നു. എത്ര നാൾ മുമ്പ്? അത് എനിക്ക് തോന്നുന്നു ആശുപത്രി 4 വർഷം. നിങ്ങൾ റിലേഷൻ ആ സമയത്ത് തന്നെ. അന്ന് ആഷിയുടെ ഫ്രണ്ടും പിന്നെ ഞാൻ ഇപ്പോ എന്റെ പെർഫ്യൂം ഷോപ്പ് ലുലുവിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ ആളുണ്ട്, പാർട്ണർ ഉണ്ട്, അജീഷ് ഏട്ടൻ. ഞാൻ ദൈവത്തിനെ കണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെയാണ്. അദ്ദേഹത്തിന് അത്രയും എനിക്ക് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം അതിൻ്റെ വൈഫൊക്കെ കേട്ടോ. അപ്പോൾ അയാളുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ് പിന്നെ എനിക്ക് ആശയം എല്ലാവരും കൂടി നിന്നിട്ടൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് ഇറക്കുന്നത്. അത് സംഭവം ഉണ്ടായത് ഇതേപോലെ ഞാൻ അവിടെ അന്ന് വിസിറ്റിങ്ങിലാണ്. ഞാൻ വിസിറ്റിംഗ് അവിടെ ജോലി ചെയ്യാൻ പാടില്ല UAE-ൽ, അത് ശിക്ഷാർഹമാണ്. വിസിറ്റിംഗ് നമ്മൾ ഒരിക്കലും ജോലി ചെയ്യാൻ പാടില്ല, നമ്മൾ വിസയിലാണ് ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഷോപ്പിൽ പെർഫ്യൂം ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിസിറ്റിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വിസിറ്റിംഗ് തീരും, വീണ്ടും വിസിറ്റിംഗ് പുതുക്കും. അങ്ങനെ ഞാനൊരു 6-7 മാസം വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് വിസ ഉണ്ടായിരുന്നില്ല, ഇവർ ഓഫർ ലെറ്റർ മാത്രം തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവിടെ ചെക്കിങ്ങിന് വരും CID-മാർ. എന്നോട് ചോദിച്ചു ഇതെടുക്കാൻ പറഞ്ഞു. അതും ഇതേപോലെ ആരോ അതും ഇതേപോലെ ആരോ, കാരണം എനിക്ക് എന്താ പറയുക, എൻ്റെ വളർച്ച കാണുമ്പോൾ അല്ലെങ്കിൽ ഞാനൊന്ന് നന്നായി ജീവിച്ച് വരുന്ന സമയത്ത് ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. എനിക്കറിയില്ല അത് എന്താണ്. എനിക്ക് പേഴ്സണലി ഒരാളോടും ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ എന്താണ് എന്നോട് ഇത്ര ദേഷ്യം, അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ റിലേഷൻ ആ റിലേഷൻ്റെ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം ഈ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആയതിനു ശേഷമാണ് എനിക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് എനിക്ക് ഒരു പ്രശ്നം ആയിരുന്നില്ല, എനിക്ക് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല. ഈവൻ ഞാനും ആശുവിൻ്റെ റിലേഷനായി ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളും റിലേഷൻ്റെ ഈ പ്രശ്നങ്ങളും എനിക്ക് ഇടക്കിടക്ക് പ്രശ്നങ്ങളും വരാൻ തുടങ്ങിയത് UAE-ലാണെങ്കിൽ. ഒരൊറ്റ കാര്യം നമ്മൾ അതൊന്ന് വിട്ടുകാരിക്കാനാണ്. അന്ന് CID വന്നിട്ട് നേരിട്ട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ID ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ID ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ചു ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. അപ്പൊ ഞാൻ ഓൾറെഡി അവരെ യൂണിഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. നോർമൽ ഒരു കളർ ഡ്രസ്സിലാണെങ്കിൽ നോർമൽ ഡ്രസ്സിലാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അവരുടെ യൂണിഫോമിൽ കൗണ്ടറിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്, ക്യാഷ് കൗണ്ടർ തൊട്ടടുത്ത്. അപ്പോൾ ഓൾറെഡി ഞാൻ അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്റ്റാഫിനോട് ചോദിച്ചു, ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒക്കെ ID എടുത്തു. സ്റ്റാഫിനോട് ചോദിച്ചു ഇതാരാ മാനേജറാന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു ID. അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടേക്ക് വരാൻ, നെയ്ഫ് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പോയില്ല, എനിക്ക് പേടിയാണ്. എനിക്ക് പൊതുവെ നാട്ടിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയുള്ള ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയില്ല.
അങ്ങനെ അത് കുറേ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ എൻക്വയറി വന്നു. ഞാൻ പോയപ്പോൾ അവരെന്നെ ഇതാക്കി ജയിലിലിട്ടു. അപ്പോൾ ആ സമയത്ത് അവിടെ ഇത്രയും ദിവസം കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. 28. കാരണം അത്രയും ദിവസം കിടക്കാൻ കാരണം ആ സമയത്ത് അവിടെ പെരുന്നാൾ ടൈമായിരുന്നു. അപ്പൊ കുറച്ച് അവർക്ക് ബ്രേക്കായി, ഗവൺമെന്റ് അവധികൾ കുറെ വന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ കിടക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് പോലെ കേസായിരുന്നു. ഒറ്റ കാര്യം, ഇത് ഇങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ആർക്കും അറിയില്ലല്ലോ, അവിടുത്തെ ജയിൽ അനുഭവങ്ങൾ അറിയില്ലല്ലോ. അവിടെ എങ്ങനെയായിരുന്നു ജയിലിനകത്ത്? ഇപ്പൊ ദുബായിൽ ജയിലിനകത്തുള്ള നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ ഭയങ്കര ഉപദ്രവിച്ചോ? അങ്ങനെ ഒന്നുമില്ല. ഉപദ്രവമാണ്. കാരണം ഞാൻ വിസിറ്റിംഗ് വിസയിൽ വർക്ക് ചെയ്യുന്ന ഒരു കേസാണ്. അപ്പൊ നമുക്ക് 2000 രൂപ പിഴയും കുറച്ച് ദിവസം ഉള്ളിൽ കിടക്കാൻ. സെല്ല് തന്നെയായിരുന്നു? അല്ല, നോർമൽ ഒരു വലിയ ഒരു ഇതാണ്, സെല്ലല്ല, ക്യാമ്പ് പോലെ. അതിലിങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത്. സെപ്പറേറ്റ് ക്യാബിൻ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് റൂം പോലെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇങ്ങനെ കാറ്റഗറി ടൈപ്പ് ആയിരുന്നു. എനിക്ക് അവിടെ 2 ദിവസം മാത്രമേ ഞാൻ അവിടെ ഇങ്ങനെ ഒരു ജയിൽ പുള്ളി പോലെ കിടന്നിട്ടുള്ളൂ. കാരണം അത് അവിടെ യൂണിഫോം ഉണ്ടോ? യൂണിഫോം ഉണ്ട്, വൈറ്റ് യൂണിഫോം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടുന്ന് ഐറ്റംസുകൾ ഇവർ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി നിർത്തും. അവർക്ക് ഓരോ ജോലി കൊടുക്കും. അപ്പോൾ ഞാൻ അവിടെ പിന്നെ ഈ ഐറ്റംസ്, അവിടെ കുറേ ഐറ്റംസുകൾ വരും. അത് ഇങ്ങനെ ഇതിൽ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണ ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ജയിലിനകത്ത് ഒരു ജെൻഡർ ഇത് നോക്കുന്നുണ്ട്, അംഗീകരിച്ചിരുന്നു? അത് ഞാൻ വളരെ ഹാപ്പിയിൽ പറയാണ്. കാരണം ഞാൻ ഓൾറെഡി എനിക്ക് ഈ ഒരിക്കലും ആണുങ്ങളെ കൂടെ കിടക്കാനുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ പറ്റൂല. പിന്നെ അവർക്ക് അറിയാം നമ്മളെ ഈ ശൈലി, നമ്മളെ ഈ ഷേപ്പും ഇതൊക്കെ ഈ ആക്ഷനൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവർക്ക് അറിയാം എനിക്ക് ആണുങ്ങളെ കൂടെ കിടത്താൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഞാൻ കിടന്നത് കുറച്ച് ഫിലിപ്പൈൻസ്, അങ്ങനെ എൻ്റെ പോലെയുള്ള പെൺകുട്ടികളല്ല, എന്റെ പോലെ ഉള്ള ആൾക്കാരെ കൂടെയായിരുന്നു. അവർക്ക് സെപ്പറേറ്റ് അവരൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് സ്പേസ് തന്നെയായിരുന്നു. അങ്ങനെ അത് മെയിൻ ആൾക്കാർ, അവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അവരെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫുഡൊക്കെ എന്തായിരുന്നു? ഫുഡ് ബിരിയാണി, മന്തി അങ്ങനെയൊക്കെ തന്നെയാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും വേറെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫുഡിലൊക്കെ അവർ മരുന്നിടും. ലൈക്ക് ഈ നമ്മുടെ ഈ എന്താ പറയാ, ഈ ഹോർമോൺ ഇതാവാതിരിക്കാനുള്ള ഒരു മരുന്നുണ്ടല്ലോ. കാരണം ലൈംഗിക ഉത്തേജനം ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള അങ്ങനത്തെ കുറച്ച് എല്ലാത്തിലും ഉണ്ടാവും. അത് ആ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മരുന്നിനൊരു മണം ഉണ്ടാവും അതില്. അല്ല, നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അപ്പോൾ അവിടെ ജയിലിനകത്ത്? എന്തെങ്കിലും കൊടുക്കും. ഫുഡ് കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരുമിച്ച് തന്നെ പോകും. അത് കഴിഞ്ഞിട്ടില്ല നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഫുൾ ക്യാമറയും കാര്യങ്ങളും, അതിനുള്ളിൽ പള്ളി ഉണ്ട്, ഷട്ടിൽ കോട്ട് ഉണ്ട്, പിന്നെ ജിമ്മുണ്ട്, എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓഫീസേഴ്സ് എല്ലാം നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ നോക്കും, വാച്ച് ചെയ്യും, ഫുൾ ടൈം വാച്ച് ചെയ്തോണ്ടിരിക്കും. ഇതായിരുന്നു ജയിലിലെ അനുഭവം. എന്നിട്ട് അവിടെ അപ്പൊ പുറത്തേക്ക് ഇറങ്ങണം പേടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് പേടി മീൻസ് എനിക്ക് കുറച്ച് പിന്നെ പേടിയല്ല, എനിക്ക് പുറത്തേക്കൊന്നും, കാരണം അവിടെ നമ്മൾ പുറം ലോകം കാണുന്നില്ലല്ലോ, ഫോണില്ല, പുറം ലോകം ഇല്ല. അപ്പൊ എനിക്ക് ഇവരാരും കാണുന്നില്ല. എപ്പോഴെങ്കിലും ഒരു ആഴ്ചയിൽ 1-2 വട്ടേ ഫോൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇവരൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം. പിന്നെ ഇവരൊക്കെ കാണാനുള്ളൊരു ത്വര ഉണ്ടാവും. വിസിറ്റേഴ്സ് വരാനുള്ള ഒന്നുമില്ല. 28 ദിവസം ഒന്നുമില്ല. ഫോൺ ചെയ്യാം ഇവരെ, അത്ര മാത്രമേ. ഫോൺ ചെയ്യാം. അങ്ങനെ ആ സമയത്ത് പിന്നെ ആഷിയുടെ ഫ്രണ്ടും പിന്നെ ഈ അജീഷ് ചേട്ടനും എല്ലാവരും കൂടി ഒന്നിട്ടാണ് പിന്നെ ഇറക്കിയത്. ഇറങ്ങിയ ദിവസം സമാധാനം അല്ലേ? മറക്കാൻ പറ്റില്ല. ഞാൻ ഓടി വന്ന് കെട്ടി പിടിച്ച് കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് നാട്ടിൽ പോലും ഒരു സ്റ്റേഷനിൽ പോകാൻ എനിക്ക് പേടി. അങ്ങനെ എൻ്റെ ഉപ്പ, ഞാൻ നാട്ടിൽ ഫസ്റ്റ് ടൈം എൻ്റെ ഉപ്പാൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയും ഞാൻ ഇവിടെ നിൽക്കും, നീ ഉള്ളിൽ കയറി, ഞാൻ ഉള്ളിൽ വിലക്ക് പേടിയാന്ന് പറയും. അങ്ങനെ ഞാൻ കേട്ടാണ് എൻ്റെ ഉപ്പാൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങുന്നത്. എൻ്റെ പാസ്പോർട്ടിൻ്റെ എൻക്വയറിക്ക് പോലും ഞാൻ പോയിട്ടില്ല, സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു, അത്രയും പേടിയായിരുന്നു എനിക്ക് സ്റ്റേഷൻ. അപ്പൊ ആ ആള് പിന്നെ ദുബായിലത്തെ സ്റ്റേഷനിലാണ് കയറുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഞാൻ ഇപ്പോഴും ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ട്രോമയാണ്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ട്രോമയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ദിവസങ്ങളൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഉറങ്ങുമ്പോൾ എനിക്ക് ഓരോ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി ഉണരും, പേടിച്ച് കരയും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ മെന്റലി നമ്മള് പോയിട്ട് സൈക്കാട്രിസ്റ്റ് കമ്പനി കിട്ടിയായിരുന്നു. അതിന്റെ അകത്ത് എനിക്ക് ചൈനയിലുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു എന്റെ കൂടെ. എന്റെ ട്രാൻസ് തന്നെയാണ് കുട്ടി. ഇത് തന്നെയായിരുന്നു സംഭവം. ആ കുട്ടിയുടെ വേറെ എന്തോ ഒരു കേസായിരുന്നു, ബോയ് ഫ്രണ്ട് ആയിട്ട് എന്തോ കസ്റ്റഡായിട്ടുള്ള കേസായിരുന്നു. അപ്പോൾ ചൈനക്കാരിയാണ്. അപ്പോൾ ലാംഗ്വേജ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല.
ആ കുട്ടിക്ക് ഇംഗ്ലീഷും അറിയില്ല. ഞാൻ പറഞ്ഞ പിന്നെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പോകും. അങ്ങനെ ലാസ്റ്റ് എനിക്ക് അവിടെ ഇങ്ങനെ ലാസ്റ്റ് നമ്മളെ ഇങ്ങനെ വിളിച്ച് പറയാം, നമ്മൾ പേര് വിളിച്ച് പറയുക ചെയ്യാം, മോചിതരായി എന്നിങ്ങനെ വിളിച്ച് പറയും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഇടയിലാണ് എൻ്റെ പേര് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ ഓടുകയാണ്. നമ്മൾ ഗുരു സിനിമയിലൊക്കെ ഇല്ലേ, കണ്ണ് കാഴ്ചിട്ട് ഓടൂല, അതേപോലെ ഞാൻ ആ വരാന്തയിലൂടെ ഓടുകയാണ്. ഞാൻ ഓടിയിട്ട് കുറച്ച് നമ്മളെ എനിക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചൈനീസ് ആയിട്ടുള്ള കുട്ടിയോട് യാത്ര പറഞ്ഞില്ല. അപ്പോൾ ഞാൻ തിരിച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ കവാടം അവിടെ ക്ലോസ് ചെയ്യും, ഗ്രില്ലിട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ആ കുട്ടി ആ ഗ്രില്ലുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നെ. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും ഓടിയിട്ട് ഞാൻ പറഞ്ഞു, വേൾഡ് ഈസ് റൗണ്ട്, വിൽ കം അഗൈൻ, യു വിൽ മീറ്റ് അഗൈൻ എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ആ കുട്ടിയുടെ ഫേസ് എൻ്റെ കണ്ണിലുണ്ട്. എന്നെ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ വരും. പിന്നെ കണ്ടായിരുന്നോ കുട്ടീനെ? ഇല്ല, ആള് ചൈനയാണെന്ന് എനിക്കറിയാം, ചൈന പോലത്തെ നാട്ടിലുള്ള ആളാണെന്നറിയാം. എനിക്ക് എൻ്റെ ലൈഫിൽ മായാത്തൊരു മുഖമാണ് അത്. കാരണം ഞാൻ ആ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഗ്രില്ലിൻ്റെ അവിടെ ആ കുട്ടി ഇങ്ങനെ നിന്ന് നമ്മുടെ കൂടെ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഗ്രില്ലിൽ പിടിച്ച് നിന്നിട്ട് കരയുന്ന ആ ഒരു ഫേസ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് ആരെങ്കിലും ഒക്കെ ചില സമയത്ത് കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത്, നമ്മൾ ഫോൺ നമ്പർ ഇതൊന്നും വാങ്ങില്ലല്ലോ, ഒന്നും അറിയില്ലല്ലോ. ആള് ചൈനയിലാണ്, പിന്നെ പോയോ എന്താ ലൈഫ് എന്തായി ഒന്നും എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ എനിക്ക് ലൈഫിൽ അങ്ങനെ ഒരു സമയത്ത് ഫേസ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചൈനക്കാരെല്ലാവരും ഫേസ് ഒരേപോലെ അല്ലേ, ഒന്നും പറയാൻ പറ്റില്ല.